നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് മൂവി കാണുന്നത്. അങ്ങനെ മൂവി കണ്ടുകൊണ്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ഉറങ്ങിപ്പോകുന്നുണ്ടാവേ. ബിഗ് ബോസ് നിങ്ങളൊരു മാന്യനാണെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ആണെങ്കിൽ ഒരു മാന്യനായത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണിന് ഇതുപോലെ കിടത്തിയിട്ട് അവക്ക് പുതപ്പൊക്കെ പുതപ്പിച്ച് കൊടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവളെ കമ്പ്യൂട്ടർ ഓഫ് ആക്കാനെന്ന് വിചാരിച്ചിട്ട് പോകുന്നതായിരിക്കും ഒരു ഫോൾഡർ അവൻ കാണുന്നുണ്ടാവുക. എന്നായിരിക്കും ഇവളാണെങ്കിൽ ഇവനെ പ്രൊപ്പോസ് ചെയ്യേണ്ടിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവേ. ഇതിൽ എങ്ങനെയാണ് ഈന അവള് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നുള്ള എല്ലാ വിശദീകരണങ്ങളും ഉണ്ടാവുമായിരിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ ഈന്റെ മനസ്സിൽ സന്തോഷമാണല്ലോ വരേണ്ടത്. പക്ഷെങ്കിൽ ഇവന്റെ മൈൻഡിൽ മൊത്തം വർക്ക് എന്നുള്ള പേരിൽ ഇവളാണെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്തിട്ടില്ല. അവോയ്ഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക. അതും ആലോചിച്ചിട്ട് അവൻ ദയനീയായിട്ട് നമ്മളെ പെണ്ണിനെ നോക്കുന്നുണ്ട്. ഇനി എന്താകുമോ? അങ്ങനെ പിറ്റേ ദിവസം എപ്പോ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഈ ആയിരിക്കെ പെണ്ണിന് വേണ്ടിയിട്ട് കുക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ അത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നേരം ഇന്ന് അവളൊരു മീറ്റിങ്ങിന് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലേ, അതിന് ഇവളെ പിക്ക് ചെയ്യാൻ ആരോ വന്നിട്ടുണ്ട്. അയാളാണെങ്കിൽ വിളിച്ചോട് നിൽക്കുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് കോളും കട്ട് ചെയ്തിട്ട് ആ ഒരു മീറ്റിങ്ങിനെ കൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നേരം ഇവനൊരു ഹഗ് കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ ആണെങ്കിൽ അവളെ കൈത ഇതുപോലെ തട്ടി മാറ്റുന്നുണ്ടാവും. അവക്കും എന്നാ ഇവന് പെട്ടെന്ന് പറ്റിയെന്ന് മനസ്സിലാവാണ്ട് എന്നാ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയൂ നമുക്ക് ബ്രേക്കപ്പ് ചെയ്താലോ എന്ന് ചോദിക്കേ. നമ്മളെ പെണ്ണിത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നീ തമാശക്ക് പറയുന്നതാണെങ്കിൽ എനിക്ക് നല്ലോണം ദേഷ്യം പിടിക്കുമെന്ന് പറയൂ. അതേ ടൈം അവനാണെങ്കിൽ പറയും തമാശക്കല്ല നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയൂ. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയാണ്ട് ഒരു റിങ് ഊരിയിട്ടാണെങ്കിൽ പറയൂ ചോയ്സ് നിൻ്റെത് മാത്രമാണ്, ഒരിക്കലും കൂടി ഇതിനെ കൊണ്ട് ആലോചിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞോണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവേ. കാറിൽ പോകുമ്പോൾ അവളും കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും, നമ്മളെ ഈയും കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരെ ലൈഫ് സെറ്റിൽഡ് ആക്കേണ്ട ബിസിയാണ്, അതിവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നാലും സ്നേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അവളാണെങ്കിൽ അവളെ മീറ്റിങ്ങിന് വരുന്നുണ്ടാവേ. പക്ഷേ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല. ഇന്നത്തെ മീറ്റിങ്ങിൽ അവൾ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവൾക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മൈൻഡ് കോൺസെൻട്രേറ്റ് ആവേണ്ട അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവർക്കാണെങ്കിൽ ലഞ്ച് ബ്രേക്ക് കൊടുക്കുക. നമ്മളെ ഹാൻ ആണെങ്കിൽ ഇവളെടുത്ത് വേണ്ടിയിട്ട് ടോക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇവളാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അത് മാത്രമല്ല വേറൊരു ഇൻവെസ്റ്ററേയും കാര്യങ്ങളെയും ഒക്കെ നമ്മളെ പെണ്ണിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവേ. അവൾ സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്തോ അവളെ മൈൻഡിനെ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെ ഹാനിന് മനസ്സിലാകും. ഹാൻ ആണെങ്കിൽ സിങ്ങിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു സാങ്ങിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവളും ഇടക്ക് കയറി വന്നിട്ട് എന്തല്ലോ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവേ. പക്ഷേ നമ്മളെ സിങ് ആണെങ്കിൽ ആ ഒരു കാര്യം മൈൻഡ് ആക്കുന്നേ ഉണ്ടാവില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടക്കും നമ്മളെ സാങ് ആണെങ്കിൽ ഹാനിനോട് നമുക്കിങ്ങനെ ഈ ഒരു മീറ്റിംഗ് കഴിച്ച് ഒപ്പരം പോകാമെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നുണ്ടാവില്ലേ. സാങ് ആണെങ്കിൽ അവിടെ ശശിയാവുന്നുണ്ടാവും. അതേ ടൈം ഇവരെ കൂടെ വേറൊരു ഇൻവെസ്റ്ററും കൂടി ഉണ്ടാവേ. അയാളാണെങ്കിൽ എന്തോ ഒരു സ്പീച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് എണീച്ചിട്ട് പോകും. അതേ ടൈമും നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ് ആ ഒരു ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവനാണെങ്കിൽ അവളോട് അവൻ്റെ കൂടെ പോകാൻ പറയുന്നുണ്ടാവും. ഇതും കൂടി കാണുമ്പോൾ നമ്മളെ സാങ്ങിന്റെ ഹാർട്ട് പൊട്ടുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ്ങിനെ കണ്ടിട്ടാണെങ്കിൽ പറയും ഈ ഒരു ഇൻവിറ്റേഷൻ നീ എന്നോട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് തന്നത്. പക്ഷേ നിന്റെ ബിഹേവിയർ എന്നാ ഇങ്ങനെ, നിനക്ക് എന്നാ പറ്റിയത്, നിന്റെ മൈൻഡിൽ എന്നാ ഉള്ളതെന്ന് ചോദിക്കേ. നമ്മളെ പെണ്ണാണെങ്കിൽ ഒന്നും വിട്ടിട്ട് പറയുന്നുണ്ടാവില്ല. അവൻ പിന്നെയും ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും എനിക്കിങ്ങനെ ലോ ബ്ലഡ് ഷുഗർ ആണ്, വേറൊന്നുമില്ല, ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആയിക്കോളൂ എന്ന് പറയേ. അതേ ടൈം ആയിരിക്കും അവനാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൈമിൽ ആ ഒരു റിങ് ഇല്ലാത്ത കാര്യം കാണുന്നുണ്ടാവേ. എൻ്റെ മോനെ ഹാനിന് ഖുഷിയായില്ലേ. പക്ഷേ അവൻ അത് കാണിക്കുന്നുണ്ടാവില്ലേ. അവനാണെങ്കിൽ പറയും നീ നിന്റെ മൈൻഡിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അകത്തേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ നോപ്പിക്കുന്നുണ്ടാവേ. ഇത്ര നേരം കുത്തി ചോദിച്ചോനാണ് ഇപ്പൊ നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാന്നെന്ന് പറയുന്നുണ്ടാവുക. അപ്പൊ ആലോചിച്ചൂടെ നമ്മളെ ഹാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന്. ഹാൻ അകത്തെത്തിയ പാട് നമ്മളെ ഹാനിനോട് ക്രഷുള്ള സാങ് ആണെങ്കിൽ നീ ഇങ്ങനെ അവളെ കംഫർട്ട് ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കേ. അതേ ടൈം അവനാണെങ്കിൽ പറയും എൻ്റെ ഒരു എംപ്ലോയി എന്നല്ല, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു പാർട്ട്ണറെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, നീ അതിൽ ഇന്റർഫെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെയും നമ്മളെ സാങ്ങിനെ ഊക്കിയിട്ടായിരിക്കും ഹാന് പോകുന്നുണ്ടാവുക. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്ന ടൈമായിരിക്കും അവളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടാവുക. അവളെ ഈ ആണെങ്കിൽ അവളെ വിട്ടിട്ട് അവിടുന്ന് പോയി എന്നുള്ള കാര്യം. അവക്കാണെങ്കിൽ ആ ഒരു വീടിൻ്റെ മുക്കും മൂലയും ഒക്കെ കാണുമ്പോൾ അവൻ്റെ ഓർമ്മ മാത്രമായിരിക്കും.
സങ്കടം സഹിക്കാൻ കഴിയാണ്ട് അവളാണെങ്കിൽ അവനെ വിളിച്ചോട് നിൽക്കും. പക്ഷേ അവനാണെങ്കിൽ കോൾ എടുക്കൂല. അവസാനം ഇവള് സ്റ്റോപ്പ് ചെയ്യാണ്ട് വിളിക്കുന്ന ടൈം അവൻ കോൾ എടുക്കേ. അവളാണെങ്കിൽ പറയും ഡോറ് തുറക്കുന്നെന്ന് പറയും. അവളാണെങ്കിൽ അവൻ്റെ വീട്ടിൻ്റെ മുന്നിലായിരിക്കും ഉണ്ടാവുക. അവൻ ഡോറ് തുറക്കുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, എനിക്കിതാ ഈ ഒരു പ്രപ്പോസൽ കിട്ടി. അത് മാത്രമല്ല ആ ഒരു ഹാന് കുറേ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് പറയും. ആണെങ്കിൽ ജസ്റ്റ് കൺഗ്രാറ്റുലേഷൻ മാത്രം പറയേ നമ്മളെ പെണ്ണിന് ദേഷ്യവും സങ്കടം ഒക്കെ വന്നിട്ട് അവളെ ഒരു വീട് മൊത്തം പരുതുന്നുണ്ടാവും. അതായത് ഇവന് വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഇവളെ ബ്രേക്കപ്പ് ആക്കുന്നതായിരിക്കും ഇവള് തിങ്ക് ആക്കുന്നുണ്ടാവുക. അവനാണെങ്കിൽ പറയും നീ അല്ലാണ്ട് വേറൊരു പെണ്ണും എൻ്റെ ലൈഫിൽ ഇല്ല എന്നു പറയേ. അതേ ടൈം അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റൂല. അവളാണെങ്കിൽ പറയൂ ഞാനൊന്ന് സക്സസ് ആവുന്നത് വരെ ഞാൻ നിന്നോട് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അത്ര വരെ നിനക്ക് എന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോൾ സക്സസ് ആയി, നമുക്ക് ഒപ്പരം ജീവിക്കാം, നമുക്ക് ബ്രേക്കപ്പ് ആവണ്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവനിത് ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ടാവേ. പക്ഷേ അവനാണെങ്കിൽ പറയും ഇല്ല പറ്റൂല, ഞാനാണെങ്കിൽ ഒരുപാട് നിനക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നീ ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ സംഭവത്തിന് വേണ്ടിയിട്ട് ട്രബിൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്, എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വരെ പറ്റുന്നില്ല, ഞാൻ നിന്നെ ജസ്റ്റ് ആശ്വസിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയേ. അവളാണെങ്കിൽ പറയും ഞാൻ നിൻ്റെ അടുത്തൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്ക് നിൻ്റെ സ്നേഹം മാത്രം മതി എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ പറയും എനിക്ക് നിനക്ക് എല്ലാം തരണമെന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല, നമ്മൾ രണ്ടാളെ ലൈഫിൽ നമുക്ക് ഭാരം തന്നെയാണ്, അതുകൊണ്ട് ഈ ഒരു സംഭവം ഇവിടെ വെച്ച് നിർത്തുന്ന ഏറ്റവും നല്ലതെന്ന് പറയേ. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾ അത്രക്ക് കെഞ്ചി ചോദിക്കുന്നുണ്ടായിരിക്കും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാമെന്ന്. പക്ഷേ ഈ ആണെങ്കിൽ സമ്മതിക്കുന്നേ ഉണ്ടാവില്ല. അവനാണെങ്കിൽ ഈ ഒരു സംഭവം നിർത്താമെന്ന് തന്നെ എന്താ പറയുക തർപ്പിച്ചിട്ട് പറയുന്നുണ്ടാവും. പിന്നെ നമ്മളെ പെണ്ണിന് വേറെ ഒരു വഴിയില്ലല്ലോ, അവളൊരു ഗുഡ് ബൈ വരെ പറയേണ്ട അവിടുന്ന് പോകുന്നുണ്ടാവേ. അവളെ ഒരു കരഞ്ഞ കണ്ണെല്ലാം കാണുമ്പോൾ നമുക്കും സങ്കടം, നമുക്കും കുറച്ച് നേരം കരയാം. ഇങ്ങനെ അവളും ഒറ്റക്ക് നടന്നു പോകുന്നേരം അവൻ്റെ ഓർമ്മകൾ മാത്രമായിരിക്കും അവളെ മുന്നിലുണ്ടാവുക, വേറൊന്നും ഉണ്ടാവില്ല. അത്ര ആത്മാർത്ഥമായിട്ട് 4 വർഷം പ്രണയിച്ചിട്ട് അതില്ലാണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടമില്ല, ആ ഒരു സങ്കടത്തിലായിരിക്കും അവൾ നടക്കുന്നുണ്ടാവുക. പക്ഷേ അവൾ കരയുന്നുണ്ടാവില്ല, കാരണം അവളെ തന്നെ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ഹാനെ നോക്കുന്നതാണെങ്കിൽ സന്തോഷം കൊണ്ടാന്നോ സങ്കടം കൊണ്ടാന്നോ എന്നാന്നൊന്നും അറിയില്ല, മൂപ്പറാണെങ്കിൽ കിടീലം പോലെ കുക്ക് ചെയ്യുന്നുണ്ടാവേ. അതിന്റെ കുക്കിംഗ് സ്കില്ല് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതും കണ്ടോണ്ടായിരിക്കും നമ്മളെ കണ്ണട അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. കണ്ണടയാണെങ്കിൽ പറയും എല്ലാട എന്തെങ്കിലും ട്രബിൾ ഉണ്ടെങ്കിലേ നീ ഇങ്ങനെ കുക്ക് ചെയ്യലി, ഇന്ന് നീ കുറേ ഡിഷസ് കുക്ക് ചെയ്തിനല്ലോ, എന്നാ ആ ഒരു സിംഗ് നിനക്ക് ഇങ്ങനെ വെഡിങ് ലെറ്റർ ആയിട്ട് അയച്ചോന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹാനാണെങ്കിൽ പറയാ എല്ലാട അവളിങ്ങനെ ബ്രേക്കപ്പ് ആയി എന്ന് പറയൂ. നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും എന്ത് ബ്രേക്കപ്പ് ആയിനാ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, പോയിട്ട് അവളെ ആശ്വസിപ്പിച്ചിട്ട് ഈ ഒരു ചാൻസ് മുതലെടുക്കുമെന്ന് പറയേ. അവനാണെങ്കിൽ എനിക്കങ്ങനെ മുതലെടുക്കുന്ന ഇഷ്ടമല്ല എന്നൊന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഇവൻ പുറത്തേക്ക് പോയത് കൊണ്ട് തന്നെ അത് മൊത്തം നമ്മളെ കണ്ണടയായിരിക്കും തിന്നുന്നുണ്ടാവും. എന്തായാലും കണ്ണടക്ക് കുശാലി തന്നെ. ലിഞ്ചയാണെങ്കിൽ നമ്മളെ ഹാനിനോട് ഒരു ബാറിൽ വരാൻ പറഞ്ഞിട്ടുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ ലിഞ്ചക്ക് വേണ്ടിയിട്ട് ബാറിന്റെ എന്തെല്ലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ നോക്കേണ്ടിട്ടായിരിക്കും വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. അവിടെ വരുന്ന ടൈമല്ലേ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ കുടിച്ച് ഫ്യൂസായ കാര്യം നമ്മളെ ചെക്കൻ കാണുന്നുണ്ടാവുക. ആര് വേറെ ആരുമല്ല നമ്മളെ നിരാശ കാമുകിയായിട്ടുള്ള നമ്മളെ സിംഗ് ആയിരിക്കും. അതടിച്ച് പാമ്പായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. ഇവൾ ഇങ്ങനെ കുടിച്ചോണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ ലിഞ്ചയും അങ്ങോട്ടേക്ക് വരുവേ. എന്നിട്ട് ലിഞ്ചയാണെങ്കിൽ പറയും 1 മണിക്കൂറായി വന്നിട്ട് ഇരുന്നിട്ട് ഒരേ കുടിയാണ്, അവളെ കൂടെ വേറെ ആരുമില്ല, എന്തോ ഒരു സങ്കടമുണ്ട്, അതുകൊണ്ട് കുടിച്ചോണ്ട് നിൽക്കുന്നതെന്ന് പറയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ കുടിച്ച് പാമ്പായിട്ട് ബാക്കോട്ടേക്ക് ഇതുപോലെ വീക്കുന്നുണ്ടാവേ. പിള്ളേർ രണ്ടാളും എണീപ്പിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല, കാരണം അത് ഒറ്റക്ക് തന്നെ എണീച്ചിട്ടാണെങ്കിൽ പറയും പേടിക്കണം ഞാൻ ഓക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടാവും. അതിന്റെ കളി ഭയങ്കര കോമഡിയാണ്. അതും പറഞ്ഞിട്ട് രണ്ടാമത് വീകാൻ നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ഹാനെ പോയിട്ട് അവളെ പിടിക്കുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഹാന് നിനക്കെന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഹാനല്ലേ ഇത്, നീ എവിടെ എന്നെയും കൊണ്ട് പോകുന്നത്, ഞാൻ എവിടെയും വരുന്നില്ല എന്ന് പറയേ. അവനാണെങ്കിൽ അതൊന്നും കേൾക്കാണ്ട് അവളെ എടുത്തിട്ട് പോകുന്നുണ്ടാവും. അവളാണെങ്കിൽ ഇവന്റെ കൈമിൽ നിന്ന് പെടക്കുന്നുണ്ടാവും. എന്നിട്ടാണെങ്കിൽ പറയും ഞാൻ സിം ചെയ്യുന്നത് കണ്ടു, ഇങ്ങനെയാണ് സിം ചെയ്യുക, എന്നെ കൊണ്ട് സിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞിട്ടായിരിക്കും കാറിൽ കേട്ടുന്നുണ്ടാവുക. എന്തായാലും ഈ സീന് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഇത് ഷോർട്സിൽ ഇടാൻ പറ്റുമെങ്കിലും ഉറപ്പായിട്ട് ഇടാട്ടോ. അങ്ങനെ ഈ ഒരു ലിഞ്ചയും ഇവരെ കൂടെ ഉണ്ടാവേ. ഹാനും സിംഗും ആണല്ലോ ബാക്കിലുള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് അറിയേണ്ടിട്ട് ലിഞ്ച ഒളിക്കണ്ണിട്ടിട്ടൊക്കെ നോക്കുന്നുണ്ടാവും. അതേ ടൈം ഹാൻ ആണെങ്കിൽ ഇവളെ അഡ്രസ്സിലേക്ക് പോകാനായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷേ ലിഞ്ചക്കാണെങ്കിൽ ഇവരെ ഒരു ഫ്ലാറ്റ് അറിയാം, പക്ഷേ ഫ്ലാറ്റ് നമ്പർ അറിയില്ല. ക്യൂസിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന പറയുമ്പോൾ ക്യൂസി ആണെങ്കിൽ ഒരേ ഉറക്കായതുകൊണ്ട് ആ ഒരു കോൾ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. അപ്പം നേരായിരിക്കും അവനാണ്
ആണെങ്കിൽ നമ്മളെ ടൂന്റെ ലൈവിന്റെ കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക. അവനാണെങ്കിൽ ആ ഒരു ലൈവിൽ തന്നെ നിന്റെ റൂംമേറ്റിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടാവേ. ഇത് തിരിച്ചിട്ട് മെസ്സേജ് അയക്കാൻ പറയുമ്പോൾ ലൈവിൽ മെസ്സേജ് കൊടുക്കണല്ലോ, മീൻസ് മെസ്സേജ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ. ആ സെക്ഷനിൽ നമ്മളെ ടൂ ആണെങ്കിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവേ. ഇതേ ടൈം ബാക്ക് എന്നാണെങ്കിൽ നമ്മളെ പെണ്ണ് കുടിച്ചിട്ട് ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ചെക്കൻ്റെ മടിയിലേക്ക് വീഴുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ സന്തോഷമായില്ലേ. ഇതേ ടൈം ഞാൻ കുറേ ഇതേ ടൈം പറഞ്ഞിരിക്കുമല്ലോ, അത് ഇതേ ടൈം ആയതുകൊണ്ടാണ്. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ലിൻജക്കാണെങ്കിൽ അഡ്രസ്സ് കിട്ടിയിട്ട് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്നുണ്ടാവുക. അതേ ടൈം ഹാനാണെങ്കിൽ പറയും ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കാണ്ട് നീ അഡ്രസ്സ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് കൊണ്ട് ലിൻജ പിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ലേ. അതേ ടൈം നമ്മളെ ചെക്കനും വേണം ഇത് ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷെ നമ്മളെ വേണമെങ്കിൽ ഇതൊന്നും ബോധമില്ലാണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ലിൻജക്ക് എത്ര തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞാലും തിരിഞ്ഞു നോക്കാണ്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ മിററിലൊക്കെ നോക്കുന്നുണ്ടാവും. അവന്റെ കഥ എനിക്കൊന്നും പറയാനില്ല, അത് അങ്ങനത്തെ ഒന്ന് ഇല്ലേ. എനിക്ക് ഈ ഒരു ഡ്രാമ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ഡ്രാമ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ എക്സ്പ്ലനേഷൻ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരാണെങ്കിൽ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട്. അവർ ഉറപ്പായിട്ടും നിങ്ങളെ സപ്പോർട്ട് കമൻറ്റിലിടണേ. എന്നാലും മാത്രമാണ് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആവേശം എനിക്കുണ്ടാവുള്ളൂ. അപ്പം മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ടാണ് ഇതിൻ്റെ നടുക്ക് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ അവനാണെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ കിടത്തുന്നുണ്ടാവേ. എന്നിട്ട് പോകാൻ നിൽക്കുന്ന ടൈമായിരിക്കും അവൾ കാലിലൊരു പിടുത്തം പിടിക്കുന്നുണ്ടാവും. നമ്മൾ ഉടുമ്പൊക്കെ പിടിക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പിടുത്തായിരിക്കും. അതുകൊണ്ട് അവൻ അവിടുന്ന് അനങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇവളിങ്ങനെ വൊമിറ്റ് ചെയ്യാണ്ട് നിൽക്കിട്ട് ഹണി ആറ്റം വേണ്ട വരും. പക്ഷേ വീട്ടിലില്ലാത്ത കൊണ്ട് ടൂ പോകാൻ നിൽക്കുന്നവരെ നമ്മളെ ലിൻജാണെങ്കിൽ അവൻ്റെ റൊമാൻറ്റിക് എടുക്കൂല. അവനാണെങ്കിൽ പറയും പെമ്പിളർ രാത്രി ഒറ്റക്ക് പോകാൻ പാടില്ല, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഞാനും കൂടെ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും പുറത്തേക്ക് പോകുക. നമ്മളെ ഹാനനാണെങ്കിൽ ഒരു വഴിയില്ലാത്തത് കൊണ്ട് അവിടെ ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും. ഇതേ ടൈം സിങ് ആണെങ്കിൽ എനിക്ക് ദാഹിക്കുന്നെന്ന് പറയുമ്പോൾ അവൻ കഷ്ടപ്പെട്ടിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടാവേ. മുഖം തുടക്കേണ്ടിയിട്ട് ടിഷ്യൂ എടുക്കാൻ നോക്കുമ്പോൾ ഇവളുണ്ടാ വിടുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ ആയിരിക്കും എടുത്തിട്ട് ടിഷ്യൂ എടുത്തിട്ട് അവളെ വായി തുടച്ചു കൊടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അവളാണെങ്കിൽ പറയും തണുക്കുമ്പോൾ ഇവളെ പുതപ്പിക്കാൻ കോട്ട് എടുക്കണമെങ്കിൽ അവിടുന്ന് പോകാൻ ഈ കുരുപ്പ് വിടണ്ടേ. ഇവനാണെങ്കിൽ ഏന്തി വെലിഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് ആ ഒരു കോട്ട് എടുക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. നമ്മളെ ചെക്കൻ്റെ ഒരു ഗതികേട്. ചെക്കൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഒരു കാലിലാണെങ്കിൽ കുരങ്ങിനെ പോലെ സിങ് തൂങ്ങി നിൽക്കുന്നുണ്ട്, മറ്റേ കാലിനെ കൊണ്ട് ആ ഒരു കോട്ട് എടുക്കണം. അവസാനം അത് കിട്ടുന്നുണ്ടാവില്ലേ. പക്ഷേങ്കിൽ നമ്മളെ ചെക്കനാണെങ്കിൽ താഴ്ന്നു കൊടുക്കാൻ തയ്യാറായിരിക്കില്ല. അവനാണെങ്കിൽ എങ്ങനെയല്ലോ ഏന്തി വെലിഞ്ഞിട്ട് ആ ഒരു കസേല അടക്കം പിടിച്ച് വലിച്ചിട്ടായിരിക്കും ആ ഒരു കോട്ട് എടുക്കുന്നുണ്ടാവുക. ആ ഒരു കോട്ട് കിട്ടിയാലും തന്നെ ഒരു യുദ്ധം വിജയിച്ച ആ ഒരു സന്തോഷമായിരിക്കും അവൻ്റെ മുഖത്ത് ഉണ്ടാവുക. അങ്ങനെ അവനാണെങ്കിൽ കോട്ടൊക്കെ പുതപ്പിച്ച് കൊടുക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും എവിടെയും പോകണ്ട, നീ എന്തിനും എവിടെയെങ്കിലും പോകുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ ജോലി നിർത്താം, എപ്പോൾ നിൻ്റെ കൂടെ തന്നെ നിൽക്കാം, ഞാനാണെങ്കിൽ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് നിന്നെ മാത്രം മതി, ബ്രേക്കപ്പ് ചെയ്യണ്ട എന്നെ വിട്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇതേപോലെ ഇവള് കരഞ്ഞത് ശരിക്കും ഇതുപോലെ കരഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഷോർട്സിലിട്ട് കാണിച്ചു തരാം. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ. നമ്മളെ ചെക്കൻ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. പക്ഷേ അവൻ കാര്യമായിട്ടൊന്നും പറയുന്നുണ്ടാവില്ല. അവൻ്റെ മനസ്സിൽ സന്തോഷമാണല്ലോ, ഇവർ രണ്ടാളും ബ്രേക്കപ്പ് ആയാലല്ലേ ഇവനൊരു ചാൻസ് ഉള്ളൂ. ആ സന്തോഷത്തിലായിരിക്കും അവൻ അവിടെ നിൽക്കുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ ലിഞ്ചിയും ടൂ ആണെങ്കിൽ ഹണിയും വാങ്ങിയിട്ട് തിരിച്ചു വരുന്നവരും ലിഞ്ചി ആണെങ്കിൽ പറയും ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു താന്നെന്ന് പറയേ. അവളും ഇവനെന്ത് പിശുക്കനാ ഭഗവാൻ എന്ന് വിചാരിച്ചിട്ട് സ്കാൻ ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും അവൻ്റെ WeChatന്റെ അക്കൗണ്ട് അതെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ഇവളാണെങ്കിൽ ഇതെന്തിന് ഈ അക്കൗണ്ടിൽ ഞാൻ സ്കാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരോ. അവനാണെങ്കിൽ പറയും എന്തായാലും നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ആകാൻ പോകുന്നതല്ലേ, അത് മാത്രമല്ല ഞാൻ അത്ര വലിയ ബാഡ് ഗൈ ഒന്നുമല്ല, നമുക്കിങ്ങനെ ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് പറയുമ്പോൾ ടൂ അധികം ഒന്നും പറയാണ്ട് ആഡ് ചെയ്യുന്നുണ്ടാവും. പിള്ളേർ വന്ന പാട് ഹാൻ അവിടുന്ന് പോകുന്നുണ്ടാവേ. അവൻ എന്നും എടുത്തിട്ടുണ്ടെങ്കിലും നടുവരവാക്കി ഉണ്ടാവില്ല. അതിൻ്റെ നടത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിന് അത്രത്തോളം പെയിൻ ഉണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അവൻ പോകുന്നേരം നമ്മളെ പെണ്ണിനെ സൂക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് കുടിച്ചൊക്കെ എണീച്ച് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന ടൈമായിരിക്കും 3 ആൾക്കാർ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവുക. നമ്മളെ സിംഗ് ആണെങ്കിലും പറയും നിങ്ങളെന്തിന്
ഇത്ര കാലത്തെ വന്നിനെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും പിന്നെ വരാണ്ട് നിന്റെ കാര്യം എന്നാന്ന് പറയേണ്ടത്, ഇന്നലെ രാത്രി എന്തെല്ലാം സംഭവിച്ചതെന്ന് നിനക്ക് അറിയോന്നൊന്ന് ചോദിച്ചിട്ട് ഒരു ഫ്ലാഷ് ബാക്കും കൂടി നമ്മളെ ടു പറയുന്നുണ്ടാവേ. ഇന്നലെ രാത്രി നമ്മളെ ഹാന് പോകാൻ നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പിന്നെ എണീച്ചിട്ട് വന്നിട്ട് ഫ്രിഡ്ജിലത്തെ ബിയർ എടുത്തിട്ട് കുടിക്കാൻ നിൽക്കുന്നുണ്ടാവേ. നിൽക്കുന്നതോ പോട്ടെ ഒരേ പാട്ടായിരിക്കെ അവളെ കൂടെ തന്നെ നമ്മളെ ലിൻജിയും എൻജോയ് ചെയ്യുന്നുണ്ടാവായിരിക്കും. അവസാനം നമ്മളെ ഹാനിന് ദേഷ്യം പിടിച്ചിട്ട് ഒച്ചപ്പാടാക്കുന്നുണ്ടാവും. അതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ പറയൂ, ഇത്ര വർഷം നമ്മൾ ഒപ്പരം ഉണ്ടായിട്ട് ഇതുവരെ നീ എന്നോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടില്ല, ഇപ്പം നീ അടുത്ത് റൂഡായിട്ട് പെരുമാറുന്നുണ്ടല്ലേ, ഞാൻ ഉറപ്പായിട്ട് എന്നും പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ പാട്ട് പാടുന്നുണ്ടാവേ. ഇനി ഒരു വഴിയും ഇല്ലാന്ന് അറിയുന്നത് കൊണ്ട് നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ ഇതുപോലെ എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും. റൂമിൽ പോകുമ്പോൾ ബായ് 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 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് പോകുന്നുണ്ടാവുക. ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ നമ്മളെ സിങ്ങിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, ഭയങ്കരമായിട്ട് നാണം കെട്ട പോലെ ആയിരിക്കും അവർക്ക് തോന്നുന്നുണ്ടാവുക. ഈ ടൈം നമ്മളെ ടു ആണെങ്കിൽ നീ എന്തിനാ ഇത്രക്കാരം ഡ്രിങ്ക്സ് അടിച്ചത്, നീയും ആയിട്ട് എന്തെങ്കിലും അടി ഉണ്ടായിനോ എന്ന് ചോദിക്കേ. അതേ ടൈം അവളാണെങ്കിൽ പറയും നമ്മളെ ബ്രേക്കപ്പ് ആയി എന്ന് പറയേ. ടൂനും പിള്ളേർക്ക് ആർക്കും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടാവില്ല. ഓരോരുത്തരും നൂറ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ലീലയാണെങ്കിൽ പറയും അവള് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ടില്ലേ, അവർക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടാവും, അവളെ വെറുതെ വിട്ടേക്ക്, നീ പോയിട്ട് ഉറങ്ങിക്കോന്നെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടാവേ. അവള് പോയതിനു ശേഷം മൂന്നാളും കൂടിയിട്ട് റീസൺസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അവർക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, കാരണം ഇത്ര വർഷം അവർ അത്ര സ്വീറ്റ് ആയിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവരധികം ഒന്നും അനങ്ങുന്നുണ്ടാവില്ല. ലീലയാണെങ്കിൽ പറയും നമ്മുടെ സിങ്ങിന് സങ്കടം ആകുന്നുണ്ടെങ്കിൽ ഇനി മുതൽ അവളെ മുന്നിൽ കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ആ ഒരു വർത്തമാനം അവിടെ നിർത്തുന്നുണ്ടാവുക. ക്യൂലിന്റെ മുഖത്ത് സങ്കടം കാണുന്നുണ്ട്, ഉള്ളിൽ എന്നാളെന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല. അതേ ടൈം നമ്മളെ സിങ് ആണെങ്കിൽ പണ്ട് ഈ അയച്ച മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷവും സങ്കടവും ഒക്കെ വന്നിട്ടുള്ളൊരു അവസ്ഥയിൽ കിടക്കുന്നതായിരിക്കും. അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല, കരഞ്ഞു ഓടി നിൽക്കുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ എന്തോ ഒരു പ്രപ്പോസലും കൂടി ഇവർക്ക് അയക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയ്ക്ക് അവരാണെങ്കിൽ പറയുന്നുണ്ട് നല്ലോണം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഇന്നലെ ആണെങ്കിൽ നീ ഒന്നും വൊമിറ്റ് ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ അവളെ റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് മിണ്ടാണ്ട് നിൽക്കും. വേറൊന്നും കൊണ്ടല്ല, അത്രക്ക് നാണക്കേടില്ല അവൾക്ക് ഉണ്ടായത്. പക്ഷെങ്കിൽ അവളാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ലേ. ഇത്ര കാലം അവൾ എന്നാണോ ചെയ്തത് അതിന് വേണ്ടിയിട്ട് അവൾ രാവും പകലും ഇല്ലാണ്ട് ഇപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവേ. അങ്ങനെ അവളാണെങ്കിൽ കമ്പനിയിലേക്ക് പോകുന്ന ടൈമായിരിക്കും ഒരു കപ്പിളിനെ അവൾ കാണുന്നുണ്ടാവുക. അത് കാണുമ്പോൾ തന്നെ അവളെ മൈൻഡിൽ മൊത്തം നമ്മളെ ഈൻ്റെ ആലോചനയായിരിക്കും. എന്നാലും അവനെ കൊണ്ട് ഇനി ആലോചിച്ചിട്ട് ഒരു ഗുണവും ഇല്ല, അവനിനി തിരിച്ചു വരൂല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവൾ തന്നെ അവളെ മൈൻഡ് മാറ്റുന്നുണ്ടാവും. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെയല്ലേ, ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന കപ്പിൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ടൈം ഈ ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊണ്ട് തന്നെ ആലോചിച്ചോട് നിൽക്കുന്നതായിരിക്കെ. അതേ അവസരം മുതലെടുക്കേണ്ടി കുയിലി പിന്നെയും വരുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും ഞാൻ നിങ്ങൾ രണ്ടാളും ബ്രേക്കപ്പ് ആയ കാര്യം അറിഞ്ഞിന്, നീ ആണെങ്കിൽ ഭയങ്കര വെറുത്തിട്ടായിരിക്കും ആ ഒരു ബ്രേക്കപ്പിലേക്ക് പോയതെന്നും എനിക്ക് മനസ്സിലായിന്. അവളാണെങ്കിൽ എല്ലാ കാര്യത്തിൽ നിന്നും വേഗം റിക്കവറി ആകും, പക്ഷേങ്കിൽ നീ അങ്ങനെയല്ല, പക്ഷെങ്കിൽ നീ അങ്ങനെ റിക്കവറി ആയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ടാവേ. ഇവിടെ എന്തായാലും നമ്മളെ സിങ്ങിന്റെ ഫ്രണ്ട് അല്ലേ, കുറച്ചെങ്കിലും നമ്മളെ സിങ്ങിനെ സപ്പോർട്ട് ചെയ്യായിരുന്നല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ആണെങ്കിൽ പറയും അവളെ എനിക്ക് നല്ലോണം അറിയാം, അവൾ എല്ലാത്തിനും പെട്ടെന്ന് റിക്കവറി ആകും, അത് മാത്രമല്ല അവൾ എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അവൾ നേടിയെടുക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ടാവും. ഇവളാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് നമ്മളെ ചെക്കനോട് പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുന്ന് നോക്കാനുണ്ട്, അത് കറക്റ്റായിട്ട് അറിയില്ല, നീ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓക്കെ പറയുന്നുണ്ടാവേ. ആണെങ്കിൽ ഈ ഒരു കുയിലിന്റെ ഉദ്ദേശമൊന്നും അറിയില്ലല്ലോ. നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും ടാങ്ങും ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് വരുന്നതായിരിക്കും. ടാങ് ആണെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോട് നിൽക്കുന്നവരോ. ഹാൻ ആണെങ്കിൽ ടാങ്ങിനോട് ചോദിക്കും ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് റിക്കവറി ആയിട്ട് വരാൻ എത്ര ടൈം എടുക്കുമെന്ന് ചോദിക്കുന്നവരോ. ഈ ഒരു ടാങ് ആണെങ്കിൽ പറയും അത് 1-2 മാസം എടുക്കും, പക്ഷേ ഞാൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം വേഗം റിക്കവറി ആയിരുന്നു, അത് മാത്രമല്ല അതൊന്നും എൻ്റെ വർക്കിനെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് പറയേ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ സിങ് ആണെങ്കിൽ അവൾ ഏതോ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി, നമുക്കിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഹാൻഡിന് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ആ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമ്മളെ ഹാൻഡിന് സന്തോഷമാക്കി. എന്നിട്ട് അവനാണെങ്കിൽ പറയൂ നീ പറഞ്ഞതുപോലെ അത്ര സമയമൊന്നും ബ്രേക്കപ്പിന് റിക്കവർ ആകാൻ എടുത്തിട്ടില്ലല്ലോ. അതായത് നമ്മളെ ഹാൻ ഉദ്ദേശിച്ചത് സിങ്ങിന്റെ കാര്യമായിരിക്കും. ഈ ഒരു ബ്രേക്കപ്പ് അവളെ വർക്കിനെ എഫക്റ്റ് ചെയ്യൂന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളെ ഹാൻ ആണെങ്കിൽ ടാങ്ങിനോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക. സിങ്ങിന്റെ ഇപ്പോഴത്തെ മെസ്സേജ് കാണുമ്പോൾ അത് അവർക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഹാനിന് മനസ്സിലാകും, അതുകൊണ്ടായിരിക്കും അവന് സന്തോഷമാവുന്നുണ്ടാവുക. രാത്രിയാകുന്ന ടൈം അവളാണെങ്കിൽ ആ ഒരു ആനുവൽ പ്ലാനുമായിട്ട് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ടാവേ. അവൾക്കൊരു മടി ഉണ്ടാവുമായിരിക്കും. അന്ന് കുടിച്ച് കഴിയുന്നതിന്
ശേഷം ഇപ്പം ആയിരിക്കും ആദ്യമായിട്ട് കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ മടിച്ചോണ്ടായിരിക്കും ആ ഒരു പ്ലാൻ ആണെങ്കിൽ അവളാണെങ്കിൽ അവൻ്റെ കൈമിൽ കൊടുക്കുന്നുണ്ടാവുക. ഇതേ ടൈം അവനാണെങ്കിൽ അവളെ അടുത്തേക്ക് വരുന്നുണ്ടാവേ. അവൾക്ക് എന്നാ സംഭവം എന്നൊന്നും തിരിയുന്നുണ്ടാവില്ല. അവൾ ബാക്കോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ഇനി ബാക്കോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് കെട്ടിയിട്ട് വീകും എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അതുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയോ നോക്കുന്ന ടൈം എന്നായിരിക്കും ഇവളെ ഡ്രസ്സിൽ ഇതുപോലത്തെ ഒരു നൂലുണ്ടാവേ. അത് എടുക്കേണ്ടിട്ടായിരിക്കും മൂപ്പറ് വന്നിട്ടുണ്ടാവുക. അവള് ബാക്കോട്ട് പോകുന്നത് കണ്ടത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ നീ എന്തിനാ ബാക്കോട്ട് പോയെന്ന് ചോദിക്കേ. അവളാണെങ്കിൽ ഒരു വിഷയം മാറ്റിയിട്ട് ആനുവൽ പ്ലാൻ നിങ്ങളിത് വാങ്ങിക്കോ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും ഇങ്ങനെ ലേറ്റ് ആയില്ലേ നമുക്കൊരു ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും വേണ്ട 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 എനിക്കാണെങ്കിൽ ഒരുപാട് വർക്കുണ്ട് ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും പോയപാട് തന്നെ ഇങ്ങനെ ആനുവൽ പ്ലാനൊക്കെ മറിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മൈൻഡിൽ ഇവളായിട്ട് ബ്രേക്കപ്പ് എന്ന് പുറത്തേക്ക് വന്നോ എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും. അതുകൊണ്ടാണോ അവളാണെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു സിങ്ങിന് ഹാനിനെ ഇഷ്ടമല്ലേ, അങ്ങനെ 100 കൂട്ടം ചിന്തകൾ അവൻ്റെ തലയിലോട്ട് ഓടുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിങ്ങിനാണെങ്കിൽ ഇവനെ ഇഷ്ടപ്പെടണം, അതായിരിക്കും നമ്മളെ ഹാനിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. അവൻ അങ്ങോട്ടേക്ക് പോയിട്ട് പ്രപ്പോസ് ഒന്നും ചെയ്യാൻ കഴിയല്ല, അഥവാ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങണമല്ലോ, അങ്ങനത്തെ ഒരു സങ്കടം കൂടി ഉണ്ടാവുമായിരിക്കും. അവള് വീട്ടിലെത്തുമ്പോൾ അവളെയും കാത്തിട്ട് അവളെ അമ്മ അവിടെ നിൽക്കുന്നുണ്ടാവേ. സംഭവം എന്നായിരിക്കും ഇവളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈനെ വിളിച്ച് നോക്കിയതായിരിക്കും ഇവളും ഈയുമായിട്ട് ബ്രേക്കപ്പ് ആയ കാര്യം അമ്മ അറിയുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അമ്മ വന്നിട്ടുണ്ടാവേ. എന്നിട്ട് അമ്മയാണെങ്കിൽ ഇപ്പോഴും നിന്റെ ലൈഫിലത്തെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീ എന്തുകൂടെ എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല, നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഉപദേശിക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ പറയും അമ്മ എനിക്കതിനെ കൊണ്ടൊന്നും തിങ്കാക്കാനുള്ള ഒരു ടൈമുമില്ല, ഞാൻ പുതിയ ബിസിനസ് തുടങ്ങിയിട്ടാണത്, അതിനെ കൊണ്ട് തിങ്കാക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ, അമ്മ എന്നെ കൊണ്ട് ആലോചിച്ചിട്ട് വറി ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ സമാധാനപ്പെടുത്തും. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ഹാൻ ആണെങ്കിൽ സിങ് കൊടുത്ത ആനുവൽ പ്ലാൻ ഒക്കെ നോക്കുന്നതായിരിക്കും. അതിലെന്തല്ലോ മാർക്ക് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് അവനാണെങ്കിൽ അവളെ വിളിച്ചിട്ട് അവൾ ചെയ്ത എന്തെല്ലോ കമൻസ് ഒക്കെ ഓക്കെ ആണ്, ആ ഒരു കാര്യം സംസാരിക്കേണ്ടിയിട്ട് നമുക്ക് നാളെ കാണാമെന്ന് പറയുന്നുണ്ടാവും. നമ്മളെ പെണ്ണും ഓക്കെ പറയും. എന്നിട്ടും അവനാണെങ്കിൽ അതിലത്തെ ഓരോ കാര്യങ്ങൾ നോക്കുന്ന ടൈം ആയിരിക്കും ആരോ ഒരാൾ ബെല്ലടിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ ആരാ, ആ ഒരു സാങ് ആയിരിക്കും. അവളാണെങ്കിൽ പറയും എനിക്കറിയാം നീ ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് കുറച്ച് സ്നാക്സും വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആയിരിക്കുമല്ല, ഇവനെ കാണുകയും വേണമായിരിക്കും. ഇവളൊരു വർക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടർ ജിയാങ് ഇല്ലേ, അതായത് നമ്മളെ ഡോക്ടർ ക്ലൗഡിൽ ഇവന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഡോക്ടറെ ആണെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് കാണുകയും കൂടി വേണം. അതിന് നമ്മളെ ഹാനിന്റെ റെക്കമെൻഡേഷനും കൂടിയിട്ടായിരിക്കും ഈ ഒരു സാങ് വന്നിട്ടുണ്ടാവുക. സാങ് അങ്ങനെ പറയുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അതിന് ഓക്കെ പറയാം. ഇപ്പം പെട്ടെന്ന് ഓക്കെ പറയുന്ന ടൈം നമ്മളെ സാങ്ങും ഹാപ്പി ആകും. എന്നിട്ടും അവൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഹാൻ വലിയ ചെവിയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. സിങ്ങുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഹാൻ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് സിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലോ സംഭവങ്ങൾ കുക്കൊക്കെ ചെയ്തിട്ടായിരിക്കും അവൻ പോകുന്നുണ്ടാവുക. അതേ ടൈം കണ്ണട പറയുന്നുണ്ട് എടാ ഇന്ന് വീക്കെൻഡ് അല്ലേ, എന്തിനാന്ന് ഇല്ലാത്ത വർക്ക് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണിനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും അതൊന്നും നിനക്ക് മനസ്സിലാവില്ല, ഞാൻ എല്ലാം എടുത്തിട്ട് പോകുന്നതെന്ന്, ആ ഒരു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഹാൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. ഹാന് നമ്മളെ പെണ്ണിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരാളുണ്ടാവുമായിരിക്കും. ആര്? നമ്മളെ പെണ്ണിന്റെ അമ്മക്കാണെങ്കിൽ ഹാൻ ആരാ, സൂ ആരാ, ആരാന്നൊന്നും അറിയില്ലല്ലോ. അതേ ടൈം അമ്മയാണെങ്കിൽ ചോദിക്കും നീ സൂ അല്ലേ, നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇപ്പം വന്നേ, അങ്ങനെ ഇങ്ങനെ അമ്മ എന്തല്ലോ പറയുന്നുണ്ടാവേ. നമ്മളെ ഹാനും പെട്ടെന്ന് അത് തിരുത്താൻ നിൽക്കുന്നുണ്ടാവില്ല. അവളെ പെണ്ണിന്റെ അമ്മ ഒരു വായാടിയായിരിക്കെ, അതുകൊണ്ട് എന്തല്ലോ പറഞ്ഞു ഓടി നിൽക്കുന്നുണ്ടാവും. നമ്മളെ ചെക്കനോടാണെങ്കിൽ ചോദിക്കും നിന്റെ കൈമിലത്തെ ഫുഡ് നീ ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിയതായിരിക്കും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ എതിർത്തിട്ടൊന്നും പറയണ്ട ഹാന്നൊന്ന് പറയേ. അതേ ടൈം അതിനും ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ഇവനോട് സ്ട്രോബെറി കഴുകാൻ പറയേ. നമ്മളെ ചെക്കനും പോയിട്ട് സ്ട്രോബെറി ഒക്കെ കഴുകാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും ആ ഒരു പൈപ്പ് പൊട്ടിയിട്ട് മൊത്തം വെള്ളം ഇവന്റെ മേത്താകുന്നുണ്ടാവുക. ഇത് കാണുമ്പോൾ അമ്മയാണെങ്കിൽ പിന്നെയും ഇവനെ ചെയ്ത പറയും. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും കുപ്പായം കഴിക്കും, ഞാൻ ഇത് പെണ്ണിന് വേണ്ടിയിട്ട് എടുത്തത്, എന്നാലും കുഴപ്പമില്ല, നിനക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ പാരൻസിന് എത്ര സങ്കടമാകും, അതുകൊണ്ട് ഈ ഒരു കോട്ട് എടുത്തിട്ട് ഇട്ടോ എന്ന് പറയേ. നമ്മളെ ചെക്കൻ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമ്മ നിർബന്ധിക്കുമ്പോൾ അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ ഹാനിനെ കണ്ടവര് ഹായ് ഹാൻ നിങ്ങൾ നേരത്തെ എത്തിനോ, ഇതെന്താ ഈ കുപ്പായത്തിലെന്നൊക്കെ ചോദിക്കുന്ന ടൈം ആയിരിക്കും അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക ഇവന്റെ പേര് സൂ എന്നല്ലേ, നീ എന്തിനാ ഇവനെ ഹാൻ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും അമ്മ അങ്ങനെയല്ല, ഇത് ഹാൻ ആണ്, ഇവനാണ് നമ്മളെ ഇൻവെസ്റ്റർ എന്ന് പറയാ. അപ്പൊ അമ്മയാണെങ്കിൽ ചോദിക്കും ഞാൻ നിന്നെ സൂ എന്ന് വിളിച്ചാൽ നീ എന്ത് എതിർക്കാണ്ട് എന്ന് ചോദിച്ചാലും നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും അതൊന്നുമില്ല, നിങ്ങളൊരു
ഒരു സന്തോഷമല്ലേ, നിങ്ങൾ എന്നെ ഇഷ്ടമുള്ളത് വിളിച്ചോന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അമ്മയാണെങ്കിൽ നമ്മളെ ചെക്കനെ നിർബന്ധിച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഇരിപ്പിക്കുന്നുണ്ടാവേ. അവൻ വേണ്ട ഞാൻ പോയിക്കോളും എന്നൊക്കെ പറയുമ്പോൾ അമ്മ വാ കഴിക്കാന്നെന്ന് പറയുമ്പോൾ നമ്മളെ സിങ്ങും പറയും നീ വാ നമുക്ക് എല്ലാവർക്കും ഒപ്പരം കഴിക്കാന്നെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കും അമ്മ 100 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതേ ടൈം അമ്മ നമ്മളെ ചെക്കൻ്റെ പേരൻസിനെ കൊണ്ട് ചോദിക്കുക. അവൻ ആദ്യം പറയുന്നുണ്ടാവില്ല, പിന്നെയും ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ അവൻ്റെ പാരൻസ് മരിച്ച കാര്യം പറയുന്നുണ്ടാവും. ഇത് ഇവർക്ക് പുതിയൊരറിവായിരിക്കെ. നമ്മളെ പെണ്ണിന്റെ മുഖവും വാടുന്നുണ്ടെങ്കിൽ കൂടി അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. ഹാൻ ആണെങ്കിൽ സിങ്ങില്ലേ, അവൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ഭയങ്കര ആസ്വദിച്ചിട്ട് കഴിക്കുന്ന കാണുമ്പോൾ അത് നോക്കിയിരിക്കുന്നുണ്ടാവേ. ഈ ഒരു കാര്യം നമ്മളെ അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തെങ്കിലും വഴിയുണ്ടോയെന്നും അറിയില്ല. എന്നിട്ട് അമ്മയാണെങ്കിൽ പറയും നിനക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വാ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കുക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ഹാൻ തന്നെയായിരിക്കും സിങ്ങിനെയും അമ്മേനെയും വീട്ടിലാക്കുന്നുണ്ടാവുക. അമ്മയാണെങ്കിൽ ഇവർ രണ്ടാളും സംസാരിച്ചിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പോകുന്നുണ്ടാവേ. ഇവർ രണ്ടാളും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നമ്മളെ ഹാൻ ഇവളെ പറഞ്ഞു വിടാൻ പോകുന്ന ടൈമായിരിക്കും അമ്മ കൊടുത്ത ഒരു കോട്ട് ഹാൻ ഇട്ട കാര്യം സിങ് കാണുന്നുണ്ടാവുക. അവക്കത് കാണുമ്പോൾ ചിരി വരുന്നുണ്ടാവേ. അവനത് മറച്ചു വെച്ചിട്ടാണെങ്കിൽ പറയും ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് തരാമെന്ന് പറയും. അവളാണെങ്കിൽ പറയും കുഴപ്പമില്ല എപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയുന്നത് എന്നേരം മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. ഇവർ തമ്മിൽ ഇപ്പോൾ ചെറിയൊരു ബോണ്ട് ഉണ്ടായിട്ടുണ്ടാവേ. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഞാനിടും. എപ്പോൾ വരുമോന്നൊന്നും എനിക്കറിയില്ല, എന്നാലും പറ്റുമെങ്കിൽ ഞാനിടും. ബാക്കിയൊന്നും പറയാൻ പറ്റൂല, എല്ലാം ദൈവത്തിൻ്റെ കൈമലല്ലേ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ബൈ.